It's more power when you tired. Make you have energy. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീറലി. കംബോഡിയയിലെ ഒരു ഫ്ലോട്ടിംഗ് വില്ലേജിലാണ് ഞാനുള്ളത്. എൻ്റെ കയ്യിൽ കണ്ട എന്താണെന്നുള്ളത് നല്ല ഒന്നാം തരം ലഹരി സാധനമാണ്. വൈനാണ് കേട്ടോ. വൈൻ എന്ന് പറഞ്ഞാൽ കംബോഡിയ എന്ന് പറയുമ്പോൾ വളരെ ഫേമസ് ആയിട്ട് ഒന്നാണ് സ്നേക്ക് വൈൻ. അപ്പോൾ ഈ സ്നേക്ക് വൈനാണ് ഈ കാണുന്നത്. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നുന്നുണ്ടാവില്ല. നല്ല വിസ്കിയുടെ ഒക്കെ കളർ പോലെ അല്ലേ, വിസ്കി റമ്മ് ബ്രാൻഡിയുടെ ഒക്കെ കളറായിരിക്കും. പക്ഷെ ഇതിനകത്തുണ്ടല്ലോ നല്ല ഒന്നാം തരം പാമ്പ്. എന്ത് പാമ്പാണിത്? മൂർക്കം പാമ്പ്. നല്ല ഒന്നാം തരം സൈഡ് ഫ്ലോട്ടിംഗ് വില്ലേജ് അതിൻ്റെ പേരില്ലേ. സൈഡിൽ കൂടി ഇപ്പോൾ കുറേ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ശബ്ദമാണ് കയറി വരുന്നത്. അപ്പോൾ നല്ല ഒന്നാം തരം മൂർക്കം പാമ്പുകളാണ് ഇതിനകത്തുള്ളത്. മൂർക്കം പാമ്പ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂർക്കം പാമ്പുകൾ ചെറുതും വലുതുമായിട്ടുള്ള കോബ്ര ഒക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ബോട്ടുകളൊക്കെ തലങ്ങും വിലങ്ങും പോണതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അപ്പോൾ കംബോഡിയക്കാരുടെ ഒരു മെയിൻ ഒരു ഐറ്റമാണിത്, ഈ സ്നേക്ക് വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സുഹൃത്ത് അരവിന്ദ്ഭായിയുടെ അടുത്ത് ചോദിച്ച പ്രകാരം പറയുന്നത് ഇവർ വളരെ ശരീരത്തിന് വളരെ പവർ കിട്ടുന്ന ഒരു മെഡിസിൻ പോലെയാണ് ഈ വൈൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മോർ പവർ, അതുപോലെ ഒന്നുകൂടി പറയാം കൂടുതൽ റെസിസ്റ്റിംഗ് പവർ, ബോഡിക്ക് പവറിനോടൊപ്പം തന്നെ റെസിസ്റ്റിംഗ് പവറും കൂടി കിട്ടുന്ന ഒരു ഐറ്റമാണിത്. വെറും കോബ്ര എന്ന് മാത്രം പറയില്ലടാ, എൻ്റെ കൂടെ നല്ല തേളുമുണ്ട്, കരിന്തേള്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കഴിച്ച സാധനങ്ങൾ തന്നെയാണ്. കോബ്രേനെ നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്ന് പൊരിച്ചടിച്ച കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ ആ വീഡിയോ കാണുക. അതുപോലെ തന്നെ തേളിനെ കഴിഞ്ഞ നമ്മുടെ തായ്ലൻഡ് വിസിറ്റിൽ അതിനെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കഴിച്ചിട്ടുണ്ട്. ഇതിലിട്ടങ്ങനെ വൈനിലിട്ട് വെച്ചിട്ട് കഴിച്ചിട്ടില്ല. അതിനുള്ളൊരു മനസ്സ് അനുവദിക്കുന്നില്ല, പിന്നെ വൈൻ കഴിക്കാറുമില്ല. അപ്പോൾ ഇതൊരു പുതുമയുള്ളൊരു കാഴ്ചയായിരിക്കും മലയാളികൾക്ക്. പക്ഷേ ഇവിടെ നിന്നപ്പോൾ പലരും ചോദിക്കും നാട്ടിലേക്ക് മേടിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ. പണ്ട് കാലത്തുള്ളവരൊക്കെ ആദ്യ കാലത്തൊക്കെ ഉള്ളവർ ഒരു 6-7 വർഷം മുമ്പൊക്കെ കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ടും ആരും കൊണ്ടുപോയതായിട്ട് അറിവില്ല. ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ടാവും. ഞാൻ എയർപോർട്ടിൽ ഒരു ടൂറൊക്കെ വന്നിട്ട് എയർപോർട്ടിൽ പോയിട്ട് പിടിച്ച് പാമ്പിനെ കടത്തി എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് അകത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ പേരിൽ ഇത്തരം കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ പാമ്പ് വൈൻ കാണാനും കുടിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് കംബോഡിയയിലേക്ക് വരാം. നമ്മുടെ അരവിന്ദ്ഭായും ഫാമിലിയും ഓൾ ടീം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ റോയൽസ്കൈ ഹോളിഡേയ്സ് നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ സർവീസുകളും ചെയ്തു തരും. അപ്പോൾ ഇനി കംബോഡിയയിലെ പാമ്പ് വൈൻ കണ്ടില്ല എന്ന് പറയരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി കാഴ്ചകൾ, ലോകവിശേഷങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള വെറൈറ്റിയുള്ള ഒരുപാട് പുതുമകളുള്ള ഭക്ഷണ വിഭവങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനോടൊപ്പം തന്നെ പറയട്ടെ, നമ്മുടെ ചാനൽ കാണുന്നതിൽ നല്ലൊരു ശതമാനം ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക. ഹാരിസ് അമീറലി മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾ എന്തും ആയിക്കോട്ടെ എൻ്റെ ഈ കാണുന്ന നമ്പറുകളിൽ വിളിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. Make you have energy. നമ്മുടെ ചേച്ചി പറയുന്നത് ഈ കൂടുതൽ പവറിന് വേണ്ടിയിട്ടാണ് ഈ സ്നേക്ക് വൈനൊക്കെ കുടിക്കുക എന്ന് പറയുന്നത്. ഭയങ്കര പവറായിരിക്കും എന്നാണ് പറയുന്നത് ചേച്ചിയുടെ അഭിപ്രായത്തിൽ. കൂടുതൽ ടയേർഡായിരിക്കുക, അല്ലെങ്കിൽ പല അസുഖങ്ങൾക്കും കംബോഡിയക്കാർ ഈ വൈൻ കുടിക്കുമെന്നാണ് പറയുന്നത്. എന്താണെന്ന് അറിയില്ല. എന്തായാലും പല ഇതുകൾ കാണുമ്പോൾ ഒത്തിരി ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ കുടിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഷോക്കേസുകളിൽ വെക്കാനായിരിക്കാം.